അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബാക്കൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, ഒരാൾ ഒരു മരുഭൂമിയിലൂടെ തൻ്റെ മൃഗത്തിൻ്റെ മേൽ യാത്ര ചെയ്യുകയാണ്. ആ മൃഗത്തിൻ്റെ മേൽ അദ്ദേഹത്തിനുള്ള ഭക്ഷണവും പാനീയവും മറ്റു അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങളുമുണ്ട്. അങ്ങനെ അദ്ദേഹം ദീർഘമായ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം വന്നു. ക്ഷീണം വന്ന സമയത്ത് അദ്ദേഹം ഒരു മരം കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് തൻ്റെ വാഹനത്തിനെ നിർത്തി വിശ്രമിക്കുകയാണ്. അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ എണീറ്റ് നോക്കുന്ന സമയത്ത് തൻ്റെ വാഹനത്തിനെയും വാഹനത്തിൻ്റെ പുറത്തുള്ള വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും മറ്റു സാധനങ്ങളും കാണാനില്ല. അദ്ദേഹം ആകെ പേടിച്ചുപോയി. പരിസര പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി നോക്കി. എവിടെയും ഒന്നും കാണുന്നില്ല. എന്തിനേറെ പറയാനാ, അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമായി. മരണം അടുത്ത് ആകുന്നത് പോലെ അത്ര വിഷമിച്ചു അദ്ദേഹം. എന്നാൽ അദ്ദേഹം പരിസര പ്രദേശങ്ങളിൽ നല്ലവണ്ണം വീണ്ടും നോക്കുകയാണ്. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് ക്ഷീണം വന്നുകൊണ്ട് ആ മരത്തിൻ്റെ അടിയിൽ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് എണീറ്റപ്പോൾ തൻ്റെ മൃഗവും അതുപോലെ തന്നെ തൻ്റെ ഭക്ഷണവും അതുപോലെ തന്നെ തൻ്റെ പാനീയവും തൻ്റെ സാധനങ്ങളും മുഴുവനുമുള്ള ആ തൻ്റെ വാഹനത്തിനെ കണ്ടെത്തി. വല്ലാത്ത സന്തോഷമായി. അത് കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്താൽ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവേ, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ രക്ഷിതാവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നേരെ തിരിച്ചാണ് പറയേണ്ടത്. ഞാൻ നിൻ്റെ അടിമയും നീ എൻ്റെ രക്ഷിതാവുമാണ് എന്നാണ് പറയേണ്ടത്. അദ്ദേഹം തിരിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാഠിന്യത്താൽ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു റബ്ബിനോട്, എന്നിട്ട് അവൻ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു ഈ മനുഷ്യനേക്കാൾ എത്രയോ സന്തോഷവാനാണ് എന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാണ് നമ്മൾ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടാകും. നാം തൗബ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗബ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.